ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ ഒരു യുഗത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാമർ പാർലമെന്റിനോട് വിട പറഞ്ഞു. വികാരാധീനനായി അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ തന്റെ കൊളീഗ്സിനോടും കുടുംബത്തോടും അദ്ദേഹം പ്രത്യേകം നന്ദി അറിയിക്കുകയായിരുന്നു. തന്റെ രാഷ്ട്രീയ പ്രയാണം ഇവിടെ അവസാനിക്കുന്നു എന്ന പ്രഖ്യാപനം കൂടി അദ്ദേഹം ഈ അവസരത്തിൽ നടത്തി. രാജ്യത്തെ മുൻപത്തേതിനേക്കാൾ മികച്ച നിലയിലാക്കിയാണ് താൻ പടിയിറങ്ങുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. താൻ അധികാരമൊഴിയുമ്പോഴും പുതുതായി അധികാരത്തിലെത്തുന്ന ആന്റി ബെർൺഹാമിന് എല്ലാ പിന്തുണയും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. നിങ്ങൾ ഇനി ആന്റി ബെർൺഹാമിനെ പിന്തുണയ്ക്കണമെന്ന് സഹപ്രവർത്തകരോട് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം തന്നെ പാർലമെന്റിലുണ്ടായിരുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ എംപിമാരെല്ലാം അദ്ദേഹത്തിന്റെ പ്രസംഗം നിറഞ്ഞ കയ്യടിയോടുകൂടിയാണ് സ്വീകരിച്ചതും. യുകെയിലെ 16-17 വയസ്സുള്ള കൗമാരക്കാർക്കായി അർദ്ധരാത്രി മുതൽ പുലർച്ചെ 6 മണി വരെ സോഷ്യൽ മീഡിയയ്ക്ക് സ്വമേധയാ ഉള്ള നിയന്ത്രണം ഏർപ്പെടുത്താൻ ബ്രിട്ടീഷ് സർക്കാർ പദ്ധതിയിടുന്നു. കുട്ടികളുടെ വിലപ്പെട്ട ഉറക്കവും പഠന ഏകാഗ്രതയും കുടുംബത്തോടൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങളും തിരികെ നൽകാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ടെക്നോളജി സെക്രട്ടറി ലിസ് കെൻഡൽ പ്രഖ്യാപിച്ച ഈ പുതിയ നടപടി. ഇൻഫിനിറ്റ് സ്ക്രോളിംഗ്, ഓട്ടോപ്ലേ തുടങ്ങിയ ഡിജിറ്റൽ ലഹരികളിൽ നിന്ന് വരും തലമുറയുടെ മാനസികാരോഗ്യത്തെയും കൗമാരത്തെയും കാത്തുസൂക്ഷിക്കാൻ ഈ കാൽവയ്പ് സഹായിക്കുമെന്നാണ് മാതാപിതാക്കളുടെയും ഭരണകൂടത്തിന്റെയും വലിയ പ്രതീക്ഷ. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, യൂട്യൂബ് തുടങ്ങിയ ആപ്പുകൾ രാത്രികാലങ്ങളിൽ ഡീഫോൾട്ടായി ലഭ്യമാകില്ലെങ്കിലും അക്കൗണ്ട് സെറ്റിംഗ്സിൽ മാറ്റം വരുത്തിക്കൊണ്ട് കൗമാരക്കാർക്ക് ഇതിൽ നിന്നും സ്വയം ഒഴിവാകാം. യുകെയിൽ പുതുതായി ഗവൺമെന്റ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ILR നിയമങ്ങളിൽ ഒട്ടേറെ കൺഫ്യൂഷനുകൾ ഉണ്ടാകുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ വരുന്നത്. ഗവൺമെന്റ് നടപ്പാക്കാൻ ഉദ്ദേശിച്ച പ്ലാനുകളിൽ നിന്നും വ്യത്യസ്തമായി ഒട്ടേറെ പുതിയ സജഷനുകൾ ഉണ്ടാകുന്നുവെന്നും അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു പ്ലാൻ നടപ്പാക്കാൻ ഗവൺമെന്റിന് സാധിക്കാതെ പോകുന്നു എന്ന വിമർശനങ്ങളും ഉണ്ടായിരിക്കുന്നു. യുകെയിലെത്തിയവർക്ക് 5 വർഷം കൊണ്ട് തന്നെ PR നൽകിയാലും അവർക്ക് ബെനിഫിറ്റുകൾ ക്ലെയിം ചെയ്യാൻ കൂടുതൽ വർഷക്കാലം കാത്തിരിക്കേണ്ട നിലയിലോട്ട് പുതിയ സജഷനുകൾ വന്നിരുന്നു. എന്നാൽ അത് നടപ്പാക്കുന്നതിന് ഒട്ടേറെ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് എന്ന അഭിപ്രായം കൂടിയാണ് വിദഗ്ധർ നൽകുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുണ്ടായിരിക്കുന്ന ക്രൈസിസ് UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ജീവിത ചെലവുകൾ ഉയരാൻ കാരണമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. പെട്രോളിയം വില വീണ്ടും വർദ്ധിക്കുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രശ്നങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും അതല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ നൽകുന്നത്. യുകെയിലെ വെയിലിന്റെ ആറാട്ടം നാളെയും തുടരുമെന്നാണ് പുതിയ പ്രവചനം. നാളെ പരമാവധി താപനില 30 ഡിഗ്രി സെൽഷ്യസിലെത്തി വിയർപ്പിൽ കുളിക്കുമ്പോൾ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ കുടയും ചൂടി ഇറങ്ങുന്നവരെ നോക്കി സൂര്യൻ വീണ്ടും പരിഹസിച്ചു ചിരിക്കും. തെക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ചെറിയൊരു ഇടിമിന്നൽ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും യുകെയിലെ യഥാർത്ഥ മഴപ്രേമികൾക്ക് ഇത് കടുത്ത പരീക്ഷണം തന്നെയാണ്. തണുപ്പും മൂടൽ മഞ്ഞും കണ്ട് എയർ കണ്ടീഷണറുകൾക്ക് മുന്നിൽ അഭയം തേടുന്ന പ്രവാസികൾക്ക് ഈ അസാധാരണ ചൂട് നാടിന്റെ ഗ്രഹാതുരത്വം ഉണർത്തുന്ന വേനൽക്കാല ഓർമ്മകളാണ്. എങ്കിലും നാളത്തെ കടുത്ത ചൂടിൽ തളരാതെ ആവശ്യത്തിന് വെള്ളം കുടിച്ച് പ്രിയപ്പെട്ടവർ ആരോഗ്യം കാത്തുസൂക്ഷിക്കുമല്ലോ.